ഹലോ ഹായ് ഫ്രണ്ട്സ്, ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്രിസ്മസ് സീരീസ് 12ാമത്തെ ദിവസമാണ്. ദൈവം സഹായിച്ചു 12 ദിവസവും വീഡിയോസ് ഒക്കെ ഇടാൻ ദൈവം നമ്മളെ സഹായിച്ചു. പിന്നെ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്നതാണോ എന്നൊന്നും പറയാൻ എനിക്കറിയത്തില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടം അല്ലേ. വാങ്ങിച്ച് കഴിക്കോ, പോയി കഴിക്കോ, വീട്ടിലുണ്ടാക്കി കഴിക്കോ. നമുക്ക് ഏത് സാധനവും വീട്ടിലുണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട്, പുറത്ത് പോയി കഴിച്ചാലേ ഒരു തൃപ്തിയുള്ളൂ അല്ലേ. പുറത്ത് പോയി കഴിക്കോ, വരുത്തി കഴിക്കോ ഒക്കെ ചെയ്യുമ്പോഴേ നമുക്കൊരു എന്നാ പറയുന്നത്, ഏറ്റവും അഴുക്ക ആഹാരമാണെങ്കിലും ശരി നമ്മൾക്ക് അതാ വലിയ ഒരു അല്ലേ. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഔട്ടിങ്ങിനൊക്കെ പോയി പിള്ളേരുമായിട്ടൊക്കെ ഒന്ന് കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു സുഖം. പക്ഷെ നമ്മൾ അതിനേക്കാൾ സാധനങ്ങളൊക്കെ ഇട്ട് നല്ല ടേസ്റ്റിലെല്ലാം ഉണ്ടാക്കും. പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ട് അല്ലെ. അപ്പൊ എന്നിരുന്നാലും നമ്മള് പിന്നെ മിക്കവാറും എല്ലാവരും തന്നെ വീട്ടിലുണ്ടാക്കുന്ന നല്ല അടിപൊളി ഒരു ഡിഷാണ് അത്. എന്നാന്ന് പറഞ്ഞാലും നിങ്ങളത് ഉണ്ടാക്കി നോക്കണം. സൂപ്പറാണ്, സിമ്പിളാണ്, ഹെൽത്തിയാണ്. അതായത് നമുക്കിപ്പം ഇച്ചിരി ജലദോഷമോ അല്ലെങ്കിൽ ഇച്ചിരി ഒരു ആരോഗ്യക്കുറവോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ നമ്മൾ എളുപ്പം നമ്മളെല്ലാവരും ചിക്കൻ വാങ്ങിക്കുന്ന വീട്ടിൽ അല്ലെ. ബ്രോയിലർ ചിക്കൻ നമ്മളെല്ലാവരും വാങ്ങിക്കും. അപ്പൊ അതിന്റെ ദശ കഴിക്കാൻ എല്ലാ പിള്ളേർക്കും ഭയങ്കര മടിയാണ്. നമുക്കും അതെ ഭയങ്കര മടിയാണ്. അപ്പൊ നമ്മൾ എന്നാ ചെയ്യുന്നത്, അതെടുത്ത് അതിന്റെ ദശയെല്ലാം എടുത്ത് ഇങ്ങനെ മാറ്റി നമ്മളൊരു പാത്രത്തിലിട്ട് വെക്കും. അതിന്റെ എല്ലൊക്കെ എടുത്ത് നമ്മൾ സ്റ്റൂ വെക്കാൻ നേരം എല്ലോടുകൂടിയ പീസാണ് നല്ലത്, ബോണുള്ളതാണല്ലോ. ആ സ്റ്റൂ ഒക്കെ വെക്കും. നല്ലൊരു വലിയ ചിക്കൻ 2.5 കിലോയുടെ 2 കിലോയുടെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ദശയെല്ലാം ധാരാളമായിട്ട് കിട്ടുമ്പോൾ അതെല്ലാം എടുത്ത് നമുക്ക് പിന്നെ ചിക്കൻ്റെ കട്ട്ലറ്റ് ഉണ്ടാക്കാനോ റോൾ ഉണ്ടാക്കാനോ പിന്നെ അതുപോലെ തന്നെ പിന്നെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഞാനിപ്പോ പറഞ്ഞ എന്നാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോയിൽ ചെന്ന് വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്റ്റക്കായത്. അപ്പൊ അതിന്റെ ബോൺസ് ഒക്കെ എടുത്ത് നമ്മൾ നല്ല സ്റ്റൂ വെക്കും. അപ്പൊ ഒരു ചിക്കനും കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ മാസമാണോ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കി കാണിച്ചില്ലേ, സൂപ്പറായിരുന്നു കേട്ടോ. സോറി. അപ്പൊ അങ്ങനെ എല്ലാം ഓരോരോ വിഭവങ്ങൾ ഒറ്റ ഒരു ചിക്കനിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം, ബിരിയാണി ഉണ്ടാക്കാം അല്ലെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന സൂപ്പർ അടിപൊളി ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒരു ഐറ്റമാണ്. എല്ലാവരും അത് പോയി വീഡിയോ കണ്ട് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്ത് കൊടുത്ത് പിന്നെ എല്ലാവരോടും പറയണം. സൂപ്പറായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാവരും ചെയ്ത് നോക്കാൻ പറഞ്ഞ് അത് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ കമന്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ തന്നെ എല്ലാവരും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് ചാനൽ ജോമാസ് വേൾഡ് എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളുടെ ഇന്നലെ കുറേ ഷോർട്സ് ഒക്കെ ഇട്ടു. അത് ഫേസ്ബുക്കിലും ഇട്ട് ഇൻസ്റ്റാഗ്രാമിലും ഇട്ട് ഭയങ്കര അടിപൊളി നല്ല കമന്റ്സ് ഒക്കെ ആയിരുന്നു. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ നമുക്ക് നല്ല റീച്ച് ആയിപ്പോഴും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഒരുപാട് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നവരെല്ലാം ഉണ്ടല്ലോ. അപ്പൊ അവര് അത് പിന്നെ യൂട്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ഒരുപാട് യൂട്യൂബേഴ്സ് ഉള്ളത് കാരണം എങ്ങനെ നെഗ്ലക്ട് ചെയ്യും. അത് എല്ലാവരും ഇതൊക്കെ തന്നെ അല്ലേ എന്നൊക്കെ ഓർത്ത്. പക്ഷെ വെറൈറ്റി നമ്മൾ ഇട്ടാലും ഇവരൊന്നും അറിയുന്നില്ല യൂട്യൂബിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ശ്രമിച്ച് നോക്കിയല്ലോ, ഒന്ന് കാണാൻ തുടങ്ങിയ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒന്ന് ഓടിച്ചു വിട്ടാണെങ്കിലും ഒന്ന് കണ്ട് ഒന്ന് അത് എങ്ങനെയുണ്ട്, അതിനകത്ത് കണ്ടന്റ് ഉണ്ടോ അല്ലെങ്കിൽ എന്തോ ആണ് അതിനകത്ത് ഒന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ബിഗിനേഴ്സിനെ അങ്ങ് തീർത്തും അവോയ്ഡ് ചെയ്യും. പിന്നെ അല്ലെങ്കിൽ പിന്നെ കാണാനേ ശ്രമിക്കത്തില്ല, പിന്നെ സമയം കാണത്തില്ലായിരിക്കും. എന്നിരുന്നാലും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടില്ല. അപ്പം എല്ലാവരും അതൊന്ന് കണ്ടു നോക്കിയിട്ടാണ് ഇനി കാണണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. എന്തായാലും ഇനി പഴയ കാര്യങ്ങൾ, പഴയ വീഡിയോസിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ക്രിസ്മസ് സീരീസ് നമ്മൾ ഡിസംബർ 2-ാം തീയതി മുതൽ തുടങ്ങി. ആ ക്രിസ്മസ് സീരീസ് വീഡിയോസ് എങ്കിലും നിങ്ങൾ എല്ലാവരും കാണണം. കണ്ടിട്ട് ഷെയർ ചെയ്ത് കൊടുത്ത് പറയണം. എല്ലാം നല്ല അടിപൊളി നല്ല നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ബീട്രൂട്ട് വൈൻ, ബീട്രൂട്ട് കേക്ക്, പ്ലം കേക്ക്, അങ്ങനെ ഒരുപാട് ഐറ്റം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം കാണണം. ഇന്നത്തെ ഐറ്റം നല്ല സൂപ്പർ അടിപൊളിയാണ്. അപ്പൊ അതെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് നമ്മളുടെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് ചിക്കൻ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ സൂപ്പിന് വേണ്ടി എടുത്ത് വെക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴുകി വെച്ചിരിക്കുന്ന അതങ്ങോട്ട് വലിയ പാൻ വെച്ചിരിക്കുന്ന പോട്ട്, ബിരിയാണി പോട്ട് വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ചിക്കൻ്റെ സ്റ്റോക്ക് ആ വെള്ളമില്ലേ അത് കിട്ടണമല്ലോ, എന്നാലല്ലേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിനകത്ത് ശകലം ഉപ്പും കുരുമുളകും പൊടിയും മാത്രം ഇട്ട് ഒരു ആവശ്യത്തിനുള്ള വെള്ളം, നല്ലതായിട്ട് വേകുകയും വേണം. കുറച്ച് ഉപ്പ് മതിയേ. നല്ലതായിട്ട് വേകുകയും ഈ ചിക്കൻ്റെ പീസയിലൊന്ന് പിടിക്കാൻ വേണ്ടി ഉപ്പിടുന്നത്. നല്ലതായിട്ട് വേകുകയും വേണം. നമുക്ക് കുടിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും വേണമല്ലോ. അപ്പോൾ ശക്കല ഇതിലൊക്കെ ഒന്ന് പിടിക്കാൻ കുരുമുളക് പൊടിയും പിന്നെ
ഉപ്പും ഇട്ടു. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ലതായിട്ട് വേകുകയും വേണം. ഇത് പോരാ, കുറച്ചും കൂടെ വേണം. ഇതാ വെന്ത് വന്നിട്ട് നമുക്ക് കുടിക്കാനുള്ളതും വേണ്ടേ, മതി. ഇനി ഇളക്കിയിട്ട് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ലതായിട്ട് വേട്ടെ കേട്ടോ. തീ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത്, വലിയ ഫ്ലെയിമിലാണ്, ബർണറിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, മൂടി വെച്ചേക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അരിയാനുള്ളത് ക്യാരറ്റ്, നമ്മളുടെ സ്പ്രിംഗ് ഓനിയൻ, അതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ ചിക്കൻ വെന്തോന്ന് നോക്കാം കേട്ടോ. വെന്ത് കാണും. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നല്ലതായിട്ട് വെന്ത്. ഇനി ഇതൊന്ന് കോരിയെടുക്കാമേ. ഈ പീസസ് കോരിയെടുത്തിട്ട് നമുക്ക് ആ സ്റ്റോക്കൊന്ന് അരിച്ച് മാറ്റി വെക്കാം. അരിക്കേണ്ട ആവശ്യമില്ല, ചിക്കനല്ലേ ആ കിടക്കുന്നത്, ഊറ്റി വേറെ വെച്ചാൽ മതി. അപ്പോൾ അതൊന്ന് എടുത്ത് ഊറ്റി വെക്കട്ടെ. അപ്പോൾ ചിക്കനെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചു. ഇതാ നല്ലതായിട്ട് പൊടിച്ചെടുത്ത് കൈ വെച്ച് പിച്ചി എടുത്തു. ഇനി ചെയ്യേണ്ടത് സ്റ്റോക്ക്, നമ്മൾ ചിക്കൻ്റെ ഈ സ്റ്റോക്ക് നമ്മളിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ചുമ്മാ ഇട്ടാൽ മതി. ഇതാ ക്യാരറ്റ് ആദ്യമേ നമ്മൾ ഇതാ കുറച്ച് വെളുത്തുള്ളി കേട്ടോ, വെളുത്തുള്ളി, പിന്നെ ഇതാ ക്യാരറ്റ്, പിന്നെ ഇതാ സ്പ്രിംഗ് ഒനിയൻ ഒക്കെ നേരത്തെ അങ്ങ് ഇട്ടു. പിന്നെ നമ്മൾക്ക് കോണ് കുറച്ച് കോണൊന്ന് അരച്ചെടുക്കുക. അതാ ഇത്രയും ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കുക. ചിക്കൻ പൊടിച്ചതും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വേകട്ടെ. വെള്ളം പോരെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കാം, വേണ്ടി വരും. ഇത് സാധനം കൂടുതല, ഞാൻ വെള്ളം കുറച്ചല്ലേ ഒഴിച്ചേ. അപ്പോൾ ഇതൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. അരയ്ക്കുമ്പോൾ ഇച്ചിരി വെള്ളം വരുമല്ലോ. വെള്ളം ചേർത്ത് അരയ്ക്കാം. നമ്മുടെ കോണ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ലതായിട്ട് അതങ്ങ് വേകട്ടെ. ഉപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താണല്ലോ, ഉപ്പും കുരുമുളകും ഒക്കെ ചിക്കൻ ഇട്ട് കൊടുത്താണല്ലോ. ലാസ്റ്റ് പിന്നെ നമ്മൾ കഴിക്കാൻ നേരം ഇട്ടാൽ മതി. നോക്കട്ടെ, ഇത്രയും അധികമൊന്ന് സ്റ്റോക്ക് ഇച്ചിരി കൂടെ വേണം കണ്ടോ. അപ്പോൾ ഇതങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം. സൂപ്പെന്ന് പറയുമ്പം തന്നെ കുറച്ച് ഉപ്പ് ഇതിലൊക്കെ പിടിക്കാൻ ആവശ്യം വരും. ശക്കലയിടാം. ലാസ്റ്റ് നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കഴിച്ചാൽ മതി. സോസ് ആവശ്യമുണ്ടെങ്കിൽ സോസൊക്കെ ഇട്ട് കഴിച്ചാൽ മതി. പിന്നെ അതുപോലെ നമ്മളുടെ വിനാഗിരിക്കകത്ത് പച്ചമുളക്, അത് നമ്മൾ ഉപ്പിലിട്ടതോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉപ്പിലിട്ടത് ഇരിപ്പില്ലെങ്കിൽ ഒന്ന് തിളപ്പിച്ചൊന്ന് എടുത്താൽ മതി. അത് പിന്നെ സോയാ സോസ്, നമ്മളുടെ ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഉപ്പും ഒക്കെ ഇടുന്ന കൂട്ടത്തിൽ അതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം, ഒഴിച്ച് ആഡ് ചെയ്ത് കഴിക്കാം. നല്ല നല്ല ടേസ്റ്റ്. ഇനി നമ്മൾ അതൊന്ന് പെട്ടെന്ന് ഈ ക്യാരറ്റൊക്കെ ഒന്ന് വേകട്ടെ. ഒരുപാടൊന്നും വേഗമൊന്നും വേണ്ട. എപ്പോഴും നല്ല കടിക്കുന്നതാണ് നല്ലത്.
ഇതെല്ലാം ഒന്ന് അതിനകത്തൊന്ന് പിടിക്കട്ടെ കേട്ടോ. കുറച്ച് കോൺഫ്ലവർ നമ്മൾ ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവർ നമ്മൾ ഒന്നിതാ കലക്കി ഒഴിക്കുന്നുണ്ടേ, ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട്. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ അത് വെന്തു. ഞാൻ കോൺഫ്ലോർ ഒഴിച്ച് നമ്മളിതാ കണ്ടോ കറക്റ്റായിട്ടുണ്ട്. ഇനി അങ്ങ് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യണ്ട, നല്ല ഹൈ സ്പീഡിലിരിക്കട്ടെ. നമുക്ക് മുട്ടയുടെ വെള്ളം ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നല്ലതായിട്ട് തിളക്കട്ടെ. നല്ല ചൂടിൽ മുട്ടയുടെ വെള്ളം, ഒരു മുട്ട മതി, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര 1 2 ഞാൻ 1 എടുത്തിട്ടുള്ളൂ. ചിക്കൻ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. തിളച്ച് വരുമ്പം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശെ മുട്ടയുടെ വെള്ളം ഒഴിക്കുകയും ഇളക്കുകയും ചെയ്യണം. കുറേശ്ശെ നല്ല തീയിൽ ഒഴിക്കുകയും ഇളക്കുകയും ഒരുപോലെ വേണം. എന്നാലേ നമ്മൾ അത് ഇങ്ങനെ കണ്ടില്ലതാ ഇതുണ്ടോ ഇങ്ങനെ ഈ സ്ട്രക്ചറിൽ കിടക്കുകയുള്ളൂ. ഇളക്കി കൊടുക്കണം. ചൂട് നല്ല തിളച്ച് നിൽക്കുന്ന ഇതിൽ വേണം. കണ്ടോ, ഒന്നുകൂടെ വേണേൽ ഒഴിക്കാം, വേണ്ട മതി. നല്ലതായിട്ട് വടിച്ചങ്ങ് ഒഴിച്ച് നല്ലതായിട്ട് കണ്ടോ. മുട്ടയുടെ വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ, എല്ലാം ഉളുമ്പായിരിക്കും. ഇതുണ്ടോ നമ്മൾ മേടിക്കുമ്പം കണ്ടോ, റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പം ഇങ്ങനെയല്ലേ. ഇനി തീ ഓഫ് ചെയ്യുക. മുട്ടയുടെ പരിപാടി കഴിഞ്ഞാൽ അന്നേരം തീ ഓഫ് ചെയ്യുക. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ ഇച്ചിരി കൂടെ നമ്മളുടെ സ്പ്രിംഗ് ഒനിയനോ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ വേണ്ട. ഇനി റോ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിപ്പോൾ ദാ നല്ലതായിട്ട് ആയിട്ടുണ്ട്. ഇനി ബൗളിലേക്ക് സെർവ് ചെയ്യാം. ആഹാ, ഇനിയിപ്പോൾ കഴിക്കുമ്പോഴേ ഉപ്പിടുന്നുള്ളൂ. ഉപ്പും കുരുമുളക് പൊടി ഇടണം. അങ്ങനെ നമ്മളുടെ സൂപ്പ് റെഡിയായി. ആരൻ ദാ കടയിൽ കിട്ടുന്നതിന്റെ ലുക്ക് ആണോ? ഒന്നും ഇപ്പൊ ഇട്ടിട്ടില്ല. ഫാൻ ഇടണോ? ഓ, കടയിൽ കിട്ടുന്നതിന് അതുപോലെ തന്നെ നമ്മൾ പിന്നെ കൂടുതൽ സാധനങ്ങളും ഒക്കെ ചേർക്കല്ല. അവരെ പോലെ കോൺഫ്ലോർ വെള്ളം അല്ലല്ലോ അല്ലേ. നമ്മൾ കോണും ചിക്കനും ഒക്കെ നല്ലതായിട്ടല്ലേ ക്യാരറ്റും ഒക്കെ ഇട്ടേക്കുന്നത്. ഇനി ഇച്ചിരി കുരുമുളക് പൊടി ഉപ്പും ഒക്കെ ഇട്ട്. സോസ് വേണോ? വേണ്ട. സ്ട്രക്ചറൊന്ന് കാണിച്ച്. മുട്ടയുടെ വെള്ളമൊക്കെ കിടക്കുന്നത് എന്താ അടിപൊളിയല്ലേ. എനിക്ക് കൊതി വരുന്നു, പോയി കഴിക്കട്ടെ. കറക്റ്റ് അല്ലേ, എല്ലാം സൂപ്പറല്ലേ. അസൈൻമെൻ്റ് ഒക്കെ എഴുതുന്ന കൊച്ചിന് ഇതുണ്ടോ, കൊച്ചിൻ്റെ ഇടപാട് ഭയങ്കര തിരക്കാണ്. കൊച്ചിന് സൂപ്പൊക്കെ കൊടുക്കണ്ടേ. മഴക്കാലവും തുടങ്ങി വീണ്ടും അല്ലേ കൊച്ചേ? നല്ലതല്ലേ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. എല്ലാവരും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം, എന്നല്ലേ എല്ലാവരും അറിയത്തുള്ളൂ ഇങ്ങനെ ഒരു ചാനലുണ്ടെന്നും നല്ല അടിപൊളി ചാനലാണെന്നൊക്കെ അല്ലേ കുഞ്ഞാവേ? പറ, അമ്മയുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കണം. ആ, ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. സൂപ്പറാ, ഇത് വെച്ച് നോക്കണമെന്ന് പറ. ഇങ്ങനെ ആ സൂപ്പറാ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഓക്കെ, അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരയുമ്മ.